കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello everyone, welcome to LearnWise Igno Focus 3.0. So in this video, we are going to do the previous question paper analysis on the paper BGC 105. അപ്പോൾ നമ്മൾ ഡിഗ്രി പേപ്പറിലെ BA ഇംഗ്ലീഷിലെ BGC 105ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇൻട്രൊഡക്ഷൻ. The IGNO TEE PYQUA In-Depth Analysis and Predictive Exam Guide is an essential resource for students preparing for the December 2024 term and examination for BGC 105 American Literature. Designed to simplify and streamline your exam preparation, this guide integrates a data-driven approach to deliver comprehensive insights, enabling focused and effective study. So, namala പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അപ് ടു ജൂൺ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന്റെ മേജർ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന വീഡിയോയിലൂടെ വി ആർ ഗോയിങ് ടു പ്രൊവൈഡ്. സോ ആഫ്റ്റർ ദിസ് വീഡിയോ യു വിൽ ബി ടോട്ടലി equipped and you will be very confident enough to write your examination. Okay, objectives and approach. This guide aims to help students understand the exam dynamics. By analyzing past term and question papers and syllabus structure, this guide identifies key trends and areas of importance. So, നമ്മൾ പ്രീവിയസ് ആയിട്ട് ലാസ്റ്റ് നടത്തിയ ജൂൺ 2024 വരെയുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എക്സാമിൻ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് നമ്മുടെ സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്, ഏതൊക്കെ യൂണിറ്റ്സുകളും ഏതൊക്കെ ബ്ലോക്സുകളുമാണ് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, സെക്കൻഡ് ഇസ് പ്രയോറിറ്റൈസ് സ്റ്റഡി ടോപ്പിക്സ്. ത്രൂ ഡീറ്റെയിൽഡ് അനാലിസിസ്, high probability topics and recurring themes are spotlighted to maximize preparation efficiency. Third, master the syllabus. With systematic mapping of blocks, units, and topics to exam patterns, students can align their study efforts with likely exam requirements. Fourth, practice and evaluate. Model answers and a predictive question paper simulate the actual exam environment, fostering confidence and readiness. So, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻ ദിസ് വീഡിയോ നമ്മൾ ലാസ്റ്റ് വരെ നടത്തിയിട്ടുള്ള എക്സാമിന്റെ BGC 105 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ബ്ലോക്സിൽ ഏതൊക്കെ യൂണിറ്റ്സുകളാണ് ഇമ്പോർട്ടന്റ് ആൻഡ് അതിൽ തന്നെ ആ യൂണിറ്റ്സുകളിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നും പിന്നെ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇവിടെ പറയും. ആൻഡ് ഓൾസോ നമ്മുടെ ഈ പറയുന്ന വീഡിയോയുടെ എൻഡിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ കീസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കുകയാണ്. ഓക്കെ, by leveraging an exhaustive review of previous year question papers and correlating it with syllabus content, this guide ensures your preparation is grounded in IGNO's academic framework and exam expectations. Structure of the document. അപ്പൊ നമ്മുടെ ഈ പറയുന്ന വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ,
This guide is divided into 7 key sections. So total we are having 7 sections, okay, to provide a structured and comprehensive approach to exam preparation. So നമുക്ക് ഏതൊക്കെയാണ് ആ 7 sections നമുക്ക് നോക്കാം. Okay, number 1 is introduction. Establishes the objectives and methodology of the guide, setting the stage for a focused study plan. 2. Syllabus mapping by blocks, units, and topics with exam relevance. Links each syllabus component to its historical importance in past exams, guiding students on what to prioritize. 3. Comprehensive exam pattern analysis. Provides an overview of question types, distribution trends, and topic focus areas based on a thorough examination of past papers. 4. Repeated questions, analysis by blocks, units, and topics. Highlights frequently asked questions to pinpoint high-yield topics for concentrated study. 5. Topic probability and prediction analysis. Identifies high probability topics for the upcoming exam derived from data trends and syllabus evaluation. 6. Predictive question paper for December TEE 2024. Offers a practice paper modeled on the actual exam format, ensuring familiarity with the structure and types of questions. And the last section, the 7th one, model answers with evaluation criteria. Presents detailed answers to potential questions, elucidating grading schemes and expectations for high scoring responses. Data-driven approach. The guide employs a robust data-driven methodology combining past exam papers, analyzing recurring patterns, question types, and thematic focuses. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം, നമുക്കൊരു എക്സാം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പം അത് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ബ്ലോക്കില്, ഏതൊക്കെ യൂണിറ്റ്സിൽ, ഏതൊക്കെ ടോപ്പിക്സിന് വന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യും. നെക്സ്റ്റ് സിലബസ് മാപ്പിംഗ്. Aligning blocks, units, and specific topics with previous examination trends. Predictive analysis. Utilizing historical data to forecast probable questions and essential themes for December 2024. This analytical approach ensures relevance, accuracy, and strategic guidance for effective preparation. Importance of predictive analysis and model answers. Predictive analysis equips students with insights on likely exam content, enabling a targeted study approach. Model answers serve as benchmarks for understanding evaluation criteria, improving answer quality, and enhancing scoring potential. For BGC 105, American literature, the unique blend of literary genres, drama, prose, poetry, and thematic studies demands a nuanced understanding of American literary traditions. This guide is tailored to these demands, ensuring that students approach the exam with confidence and clarity. So I'm very sure that നമുക്ക് ഈ കംപ്ലീറ്റ് ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന നമ്മുടെ BGC 105 ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ് നമ്മൾ എക്സാമിന് നോക്കേണ്ടതെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഉൾപ്പെടെയാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് വി ഹാവ് എ പ്രെഡിക്റ്റീവ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അതിന്റെ ആൻസേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ നമ്മൾ ബ്ലോക്ക് 1 അപ്പൊ നമ്മൾ ഈ പറയുന്ന സ്ലൈഡിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ്. നമ്മുടെ ബ്ലോക്ക് 1 ഏതൊക്കെ യൂണിറ്റ്സുകളിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നും അറ്റ് ദ സെയിം ടൈം അതിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് യൂണിറ്റ് 1 വി ഹാവ് അമേരിക്കൻ ഡ്രാമ. ഓക്കെ, അതിലെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ളത് ദാറ്റ് ഇസ് ആർതർ മില്ലേഴ്സ് ലൈഫ് ആൻഡ് വർക്ക്സ്. അതൊരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അറ്റ് ദി സെയിം ടൈം മില്ലേഴ്സ് മേജർ പ്ലേസ്, അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ. സോ ഇത് നമ്മൾ വളരെ ഉറപ്പായിട്ടും നോക്കേണ്ട ഒരു ഏരിയ ആണ് മില്ലേഴ്സ് മേജർ പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് യൂണിറ്റ് 2 ഓൾ മൈ സൺസ്. ഇതില് നമുക്ക് മെയിൻ ടോപ്പിക്സുകൾ സ്ട്രക്ചർ ആൻഡ് പ്ലോട്ടും ഡ്രാമ ആസ് ട്രാജഡി.
ഈ പറഞ്ഞ രണ്ട് ടോപ്പിക്സുകൾ നമുക്ക് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. അതിൽ തന്നെ സ്ട്രക്ചർ ആൻഡ് പ്ലോട്ടിന്റെ ഫ്രീക്വൻസി 4ഉം ഡ്രാമ ആൻഡ് സ്ട്രാറ്റജിയുടെ ഫ്രീക്വൻസി 3യുമാണ്. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് യൂണിറ്റ് 3 തീമാറ്റിക് കൺസേൺസ്. അതില് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് ദി ഇമ്പോർട്ടൻസ് ലെവൽ ഇസ് ഹൈ. ഓക്കെ, ആൻഡ് ദ ഫാമിലി റിലേഷൻഷിപ്പ് between father son frequency 3, and you have the importance level as medium. Okay, next unit 4 characterization. So നമ്മുടെ major characters വളരെ high importance level topic ആണ്, and its frequency is 5, so it is very important. And you have the minor characters frequency 2 ആണ്, so importance is medium level. Okay, so questions on characterization in All My Sons and its thematic concerns are frequently asked, making these high priority areas for preparation. Next, we have block 2, Nathaniel Hawthorne, The Scarlet Letter. Okay, adila unit 1 socio-cultural context la Puritan psychology, family and class structure ആണ് നമുക്ക് important ആയിട്ട് വരുന്ന ഏരിയാസ്. അതിൽ തന്നെ Puritan psychology ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്, ആൻഡ് ഫ്രീക്വൻസി is 3. അറ്റ് ദി സെയിം ടൈം നമുക്ക് ഫാമിലി ആൻഡ് ക്ലാസ് സ്ട്രക്ചറിന്റെ ഫ്രീക്വൻസി 1 ആണ്. സോ നമ്മളുടെ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഇസ് ലോ. നെക്സ്റ്റ് യു ഹാവ് യൂണിറ്റ് 2 ക്യാരക്ടറൈസേഷൻ. അതില് മെയിൻ ടോപ്പിക്സ് ഇസ് ഹെസ്റ്റർ, ഡെംസ്ഡെയിൽ, ചില്ലിംഗ്വർത്തിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ഫ്രീക്വൻസീസ് 5 ആണ്. Level of importance is high. Okay, it's very important area. The characters of this work, the Scarlet Letter. Next, we have unit 3 themes, imagery in themes, engagement with Puritanism. Level of importance medium ആണ്. അതിൽ imagery in themes ന്റെ frequency 4ഉം engagement with Puritan frequency 3യും ആണ്. Okay, and you have unit 4 structure and style. Main important topic is narrative technique, and the frequency is 4, and the level of importance for this is medium. Okay, clear? So this character studies, particularly Hester Prynne and Dimmesdale, are often examined. Puritan psychology is also a recurring theme in essay type questions. Okay, next is block 3 short fiction. ഇതിൽ നമുക്ക് യൂണിറ്റ് 1 introduction. The main topic is historical development of short fiction. Its level of importance lower ആണ്, frequency എന്ന് പറയുന്നത് 2 ആണ്. At the same time, we have unit 2 O. Henry, and അതിലെ main topic themes in after 20 years, frequency 2 ആണ്. Level of importance is medium. And for the unit 3യും Villa Catherine themes and prose style in On the Gulf Road in the level of importance medium ആണ്, frequency is 3. But you have units for Hemingway. Snows of Kilimanjaro themes is very very important. Its level of importance is high ആണ്, frequency എന്ന് പറയുന്നത് 4 ആണ്. So here it highlights Hemingway's works, particularly the thematic and stylistic analysis frequently appear. So you have to focus on symbolism in Snows of Kilimanjaro is key. Next you have block 4, that is American poetry. In the unit 1 Emerson, the main topic are
Poetic device in Brahma, its frequency is high. That is 4 times on the frequency and the level of importance is high. Then you have thematic appreciation of Brahma. Adine frequency 3 level of importance is medium. Okay. Next, unit 2, Whitman. Themes in Oh Captain, My Captain. Its importance level is high. Frequency is 4. Then the poetic devices in Passage to India. Frequency is 3 and the level of importance is medium. Then you have unit 3, Emily Dickinson. Topics of importance are critical analysis of prescribed poems. Frequency is 5, so its importance is high. Next, unit 4, Alexei Sherman. Major topics is themes in Crow's Testament. And frequency is 3 and the level of importance is medium. So in this block, Emily Dickinson's poetry consistently features in exams with Because I Could Not Stop for Death as a central topic. Next, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ബ്ലോഗ്സുകളുടെ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മളൊരു വിഷ്വൽ ബാർ ഡയഗ്രത്തോടെ ഇവിടെ കാണിച്ചേക്കാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വി കൻ അണ്ടർസ്റ്റാൻഡ് നമുക്ക് ബ്ലോക്ക് 4 അമേരിക്കൻ പോയട്രി ആണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 ഓൾ മൈ സൺസ് ആണ്. പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 സ്കാർലറ്റ് ലെറ്റർ ആണ്. ആൻഡ് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെൻ കമ്പയർഡ് വിത്ത് ഓൾ ദി ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്. ദാറ്റ് ഇസ് ഷോർട്ട് ഫിക്ഷൻ. ഓക്കെ, ക്ലിയർ? നമ്മൾ ഈ പറഞ്ഞ ബാർ ഡയഗ്രത്തിന്റെ ഒരു പൈ ഡയഗ്രാം ഒരു ഫോം ആണിത്. സോ വെൻ ദിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ ഇമ്പോർട്ടൻസ് ഒരു 60% നമുക്ക് വരുന്നത്. ആൻഡ് ദെൻ ദ മീഡിയം ഇമ്പോർട്ടൻസ് ഇസ് 30% ആൻഡ് ഫോർ ദ 10 ഇസ് ഫോർ ദ ലോ ഇമ്പോർട്ടൻസ്. സ്റ്റഡി സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ സിലബസ് മാപ്പിംഗ്. അപ്പൊ നമ്മൾ ഇനി പറയുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണ്, ഏറ്റവും ലെസ് ഏതിനാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹൈ പ്രയോറിറ്റി ഫോക്കസ് ഓൺ റിക്കറിംഗ് തീംസ്, മേജർ ക്യാരക്ടേഴ്സ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് അക്രോസ് ഓൾ ബ്ലോക്സ്. മീഡിയം പ്രയോറിറ്റി cover thematic and narrative analysis for prose and drama. Low priority briefly review historical context and less frequented topics for overall understanding. Comprehensive exam pattern analysis. Comprehensive exam pattern analysis. So IGNOU TEE for BGC 105 typically features the following question formats. But usually we have section A, a reference to context, RTZ. So ഈ പറഞ്ഞ സെക്ഷനിൽ the students are asked to explain stanzas or excerpts from the prescribed text. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്നുള്ള ഓരോ സ്റ്റാൻസസ് തന്നിട്ട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. We pass the fields of gazing granular. We pass the setting sun. Okay. So ഇതില് discuss its significance in Emily Dickinson's work. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ആ ഏതെങ്കിലും ലൈൻസോ എക്സോപ്സോ തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇതിൽ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് poems by Walt Whitman, Emily Dickinson and Sherman Alexie frequently appear here. നെക്സ്റ്റ് സെക്ഷൻ ബി എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി നമുക്ക് 300 വേർഡ്സിലാണ് എഴുതാൻ പറയുന്നത്. ഇവിടെ നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ thematically we have to analyze the question. For example, discuss the thematic concerns in the scarlet letter. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്കാർലറ്റ് ലെറ്ററിലെ മേജർ തീംസും കാര്യങ്ങളുമാണ് we have to discuss. So the focus areas are the major themes ഉണ്ടാകും, character analysis and symbolic elements in the prescribed text. Okay. പിന്നെ നമുക്ക് വരുന്നത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ വി ഹാവ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നമുക്ക് 500 വേർഡ്സിലാണ് നമ്മൾ സെക്ഷൻ സി എഴുതേണ്ടുള്ളത്. അപ്പൊ ഇതൊരു ഇത്രയും ഒരു ലെങ്തി ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വളരെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ ആ ടോപ്പിനെ കുറിച്ച് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. സോ റിക്വയേഴ്സ് ഇൻ ഡെപ്ത് എക്സ്പ്ലോറേഷൻ ഓഫ് ടോപ്പിക്സ്, often blending thematic, structural and contextual analysis. For example, discuss all my sons as a tragedy. So here നമ്മൾ ഇതിന്റെ characterization എഴുതണം. Then you have to write the structure and the thematic development in drama and fiction. Second is a block and unit coverage trends. അപ്പൊ നമുക്ക് ഓരോരോ ബ്ലോക്സുകളിൽ ഓരോരോ യൂണിറ്റിനകത്ത് എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, സോ വി ഹാവ് ബ്ലോക്ക് 1 ആർത്തർ മില്ലർ ഓൾ മൈ സൺസ്. അപ്പം frequently tested units are unit 2 structure and plot, unit 3 thematic concerns. Typically ചോദിക്കുന്ന questions short notes and thematic concerns,
Example is social responsibility. Then you have the essays on characterization. Example, Joe Keller. But trend എന്ന് പറയുമ്പോൾ consistent focus on thematic analysis as well as character studies. അങ്ങനെയാണെങ്കിൽ if we go to block 2, Nathaniel Hawthorne Scarlet Letter, frequently tested units എന്ന് പറയുന്ന യൂണിറ്റ് 2 ആണ് ക്യാരക്ടറൈസേഷനും യൂണിറ്റ് 3 themes and imagery. So typically ചോദിക്കുന്ന questions, they are essay questions on character symbolism. Example is Hester Prynne. And also short answers on Puritan psychology. But trend എന്ന് പറയുന്നത് increasing focus on narrative techniques and symbolic interpretations. Next you have block 3 short fiction. ഇതിലെ പ്രീവിയസ് നമ്മുടെ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 4 ആണ്. Hemingway's short stories. Typically asked questions include essays on themes and symbolism in the snows of Kilimanjaro. So the trend is emphasis on modernist themes and narrative techniques. Then you have block 4, American poetry. Adile frequently tested units are unit 3 and unit 2. So unit 3 is Emily Dickinson and unit 2 is Walt Whitman. Typically all the questions are RTC based questions from Because I Could Not Stop for Death or Oh Captain, My Captain. Then essays on poetic devices and themes. Trend is poetic analysis as a dominant focus with recurring questions on prescribed points. ഇപ്പൊ നമുക്കതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ മാർക്ക് അലോക്കേഷൻ ഇപ്പൊ നമ്മളുടെ RTC സെക്ഷൻ അതായത് റെഫറൻസ്ഡ് കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്സ് ആണ്. ടോട്ടലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് 4 എണ്ണമാണ്. സോ 5 into 4 20 മാർക്സ്. അതേസമയം നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന് 10 മാർക്സും അതിലൊക്കെ 4 ക്വസ്റ്റ്യൻസ് ആണ്. സോ 10 into 4 40 മാർക്സ്. Then we have long answer questions. 20 marks on ഓരോ ക്വസ്റ്റ്യനും 2 questions ആണ്. So 40 marks. Clear? So block 1 and block 4 typically account for 50 to 60% of the total marks. And block 2 is contributes significantly with questions on character and thematic studies. Next is patterns and shift in focus. Historical analysis. A consistent focus on thematic and structural analysis in block 1 and block 4. Recent shift now show increased emphasis on symbolic interpretations in block 2. Next, emerging trends. Enhanced focus on modernist and experimental elements in short fiction. Recurring appearance of Emily Dickinson's poems in RTC questions. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസ് ഇഫ് യു ആർ ലുക്കിംഗ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് 4 അമേരിക്കൻ പോയിട്രി ആണ്. ദെൻ അതിനുശേഷം നമുക്കുള്ളത് ബ്ലോക്ക് 1 ഓൾ മൈ സൺസും. Then you have block 2 Scarlet Letter and block 3 short fiction. Okay. Then you have the pie diagram representation of this. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് 40% ആണ് ഉള്ളത്. RTC questions ആണ് 20%. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 40%. Okay. Then repeated questions analysis by blocks, units and topics. അപ്പൊ നമ്മളിനി ഏതൊക്കെയാണ് നമുക്ക് repetitive ആയിട്ട് ചോദിച്ച questions ഒക്കെ നോക്കാം. നമുക്ക് block wise, unit wise, topic wise നമുക്ക് analyze ചെയ്യാം. So recurring questions by blocks and units. So in that we have block 1 Arthur Miller All My Sons. അതില unit 2 All My Sons in the discuss the structure and plot of All My Sons. Frequency is 3. Average on the marks 10 to 20 ആണ്. Then you have unit 3 thematic concerns. Recurring question in the പറയുന്നത് explain the theme of social responsibility in All My Sons. Frequency വരുന്ന 4 ആണ്. Average marks is 10 to 20. Then you have discuss All My Sons as a tragedy. So frequency വരുന്ന 3 ആണ്. Average marks is 20. Then you have units for characterization. Elaborate on the features of Joe Keller's character. Frequency എന്ന് പറയുന്ന 4 ആണ്. Average marks 10 to 20. So themes like social responsibility and tragedy are frequently explored. Character studies, particularly Joe Keller, also feature prominently. Next you have block 2 Nathaniel Hawthorne The Scarlet Letter. So ഇതിലെ unit 2 characterization. അത് recurring questions എന്ന് പറയുന്നത് discuss Hester Prynne as a symbol of strength and resilience. Frequency എന്ന് പറയുന്ന 4 ആണ്. Average marks 10 to 20 ആണ്. Then നമ്മുടെ repetitive question ആണ് explain the features of characterization in the Scarlet Letter. Frequency എന്ന് പറയുന്ന 4 ആണ്. Average marks is 20. Then the case of unit 3 themes. How does
Hawthorne depict Puritan psychology in the Scarlet Letter? This is a repetitive question or the recurring question asked from the unit 3 block 2. Frequency of 3 ആണ്, average marks 10 to 20 ആണ്. So character analysis of Hester Prynne and Puritan themes dominate recurring questions. Then you have block 3 short fiction, unit 4 Hemingway. A recurring question is examine the theme of the snooze of Kilimanjaro. Frequency 4 ആണ്, average marks is 10 to 20. So Hemingway's themes, particularly from the snooze of Kilimanjaro, are consistently tested. Then you have block 4 American poetry. അതിൽ യൂണിറ്റ് 2 Walt Whitman recurring question ആണ്, critically analyze the poem Oh Captain, My Captain. Frequency എന്ന് പറയുന്ന 4 ആണ്, average marks is 10 to 20. While we have unit 3 Emily Dickinson, രണ്ട് questions repeat ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. One is discuss the themes in Because I Could Not Stop for Death. Frequency എന്ന് പറയുന്ന 5 ആണ്, average marks is 10 to 20. And explain the poetic devices used in Emily Dickinson's works. Frequency is 3 ആണ്, average marks is 10. So Whitman's and Dickinson's poems are central to recurring questions, particularly in thematic and stylistic analysis. Next is mark allocation for recurring topics. അപ്പൊ നമുക്ക് എക്സാമിന് repetitive ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളുടെ മാർക്സ് ആണ് ഇവിടെ പറയുന്നത്. സോ ഇൻ ബ്ലോക്ക് 1 യു ഹാവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഓൾ മൈ സൺസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതിന്റെ ആവറേജ് മാർക്സ് ചോദിക്കുന്നത് 20 ആണ്. ദെൻ യു ഹാവ് ജോ കെല്ലേഴ്സ് ക്യാരക്ടറിൻ്റെതുണ്ട്, 10 to 20 മാർക്സ് ആണ്. ദെൻ യു ഹാവ് ബ്ലോക്ക് 2 ഹെസ്റ്റർ പ്രൈൻ സിംബലിസം, ആവറേജ് മാർക്സ് is 10 to 20. Then you have block 3 themes in Hemingway stories, average marks എന്ന് പറഞ്ഞ 10 to 20 ആണ്. Then you have block 4 ഉള്ളത് analysis of Because I Could Not Stop for Death ന്റെ average marks ചോദിക്കുന്നത് 10 to 20 ആണ്. Recommendations for high frequency areas ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. So focus on block 1 and block 4. Prioritize thematic concerns and characterization in All My Sons. പിന്നീട് review Whitman's and Dickinson's poetry in depth with special attention to poetic devices and themes ആണ്. Second is prepare the character analysis. ആരുടെയൊക്കെയാണ്? എസ്പെഷ്യലി നമ്മളുടെ ജോ കെല്ലറിന്റെയും ഹെസ്റ്റർ പ്രൈൻ്റെതും. പിന്നെ thematic essays നോക്കുകയാണെങ്കിൽ you have to be prepared to write essays on social responsibility from All My Sons, Puritan psychology of the Scarlet Letter and Hemingway themes. Okay. Next, you have patterns and trends. Essay questions, normally 20 marks, dominate for recurring topics, making detailed preparation for these topics essential. Next is 5, topic probability and prediction analysis. Okay. So, ഇതില് ഫസ്റ്റ് വൺ നമുക്ക് ബ്ലോക്ക് 1 ആർതർ മില്ലറിന്റെ ഓൾ മൈ സൺസ്. ഇവിടെ നമുക്ക് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഏരിയാസ് ആണ് പറയുന്നത്. അതിൽ ഹൈ മീൻസ് ചോദിക്കാൻ സാധ്യത വളരെ അധികമുണ്ട് ആൻഡ് ലോ മീൻസ് ലെസർ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. സോ യൂണിറ്റ് 2 ഓൾ മൈ സൺസ്,
ഹൈ പ്രൊബബിൾ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്സുകളാണ് സ്ട്രക്ചർ ആൻഡ് പ്ലോട്ടും ഡ്രാമ ആസ് ട്രാജഡി. അതിൽ തന്നെ സ്ട്രക്ചർ ആൻഡ് പ്ലോട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ലൈക്ക് നമുക്ക് ഇത്രയും ടോപ്പിക്കിലാണ് because recurring questions in past exams are and also very important core element of our syllabus കൂടിയാണ്. Then you have drama as tragedy. അതിന്റെ probability is very high ആണ്. തീംസും കാര്യങ്ങളും എല്ലാം ചോദിക്കാറുണ്ട്. Then you have unit 3 thematic concerns. ഇതിലെ മെയിൻ ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് തീംസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരുപാട് തവണ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ദെൻ ഫാദർ സൺ റിലേഷൻഷിപ്പ്, ഇതിന്റെ പ്രോബബിലിറ്റി മീഡിയം ആണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോദിക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ യു ഹാവ് യൂണിറ്റ് ഫോർ ക്യാരക്ടറൈസേഷൻ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക് വരുന്നത് ജോ കില്ലേഴ്സ് ക്യാരക്ടർ ആണ്. ഇറ്റ്സ് probability is very high, frequently എപ്പോഴും ചോദിക്കാറുണ്ട്, and basically in essay type questions. ഇനി നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ നഥാനിയൽ ഹോത്തോൺ സ്കാർലറ്റ് ലെറ്റർ, ഇത് യൂണിറ്റ് 1 ബാക്ക്ഗ്രൗണ്ട് പ്യൂട്ടൺ സൈക്കോളജി, പ്രോബബിലിറ്റീസ് മീഡിയം ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നോട്ട് എവറി ഇയർ. ദെൻ യു ഹാവ് യൂണിറ്റ് 2 ക്യാരക്ടറൈസേഷൻ ഹെസ്റ്റർ പ്രൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്, കാരണം മിക്ക എക്സാമിനും ഈ ക്യാരക്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ യു ഹാവ് യൂണിറ്റ് 3 തീംസിൽ സിംബലിസം ഇൻ ദി നോവൽ ഇസ് വെരി ഹൈ ആൻഡ് ഓൾസോ ഓർഗാനിക് ആൻഡ് മെക്കാനിക്കൽ ഇമേജറി, ഇറ്റ്സ് മീഡിയം പ്രോബബിലിറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് ഇഫ് യു ലുക്ക് ഇൻടു the block 3 short up fiction, അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 4. അതിൽ തന്നെ നമുക്ക് themes in the snows of Kilimanjaro, its probability is very high, regularly tested due to thematic complexity and symbolism. Next topic of importance is writing style of Hemingway, its probability is medium ആണ്. Next you have block 4 American poetry, unit 2 Walt Whitman, Oh Captain, My Captain, its probability is very high. എപ്പോഴും എക്സാമിന് കോണ്ടെക്സ്റ്റ് ബേസ്ഡും തീമാറ്റിക് ബേസ്ഡും ക്വസ്റ്റ്യൻസ് ഉണ്ട്. Then you have unit 3 Emily Dickinson, അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലാണ് Because I Could Not Stop for Death, its probability is very high, recurring in exams ആണത്. And another topic of importance is poetic devices in Emily Dickinson's works, its probability is medium ആണ്. Occasionally ഇത് ചോദിക്കാറുണ്ട് നമ്മുടെ എക്സാമിന്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഏറ്റവും ഹൈ probability topics എന്ന് പറയുന്നത് ബ്ലോക്ക് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ മൈ സൺസിൽ സ്ട്രക്ചർ ആൻഡ് പ്ലോട്ട് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഡ്രാമ ആസ് എ ട്രാജഡി ഇസ് ഇമ്പോർട്ടന്റ്, ദെൻ ദ തീം ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ജോ കെല്ലേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസുകളാണ്. ദെൻ യു ഹാവ് ബ്ലോക്ക് 2 സ്കാർലറ്റ് ലെറ്ററിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഹെസ്റ്റർ പ്രൈന്റെ ക്യാരക്ടറും ദെൻ ദ സിംബലിസം ഇൻ ദ നോവൽ. ദെൻ ബ്ലോക്ക് 4 ആണ് നമുക്ക് നെക്സ്റ്റ് ഹൈ പ്രൊബബിൾ ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ, ദാറ്റ് ഈസ് അമേരിക്കൻ പോയട്രി. അതിൽ തന്നെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റനും ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് നമുക്ക് ഹൈ പ്രയോറിറ്റി ആണ്. ഇനി മീഡിയം പ്രൊബബിലിറ്റി ടോപ്പിക്സുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഓൾ മൈ സൺസിൽ ഫാദേഴ്സ് റിലേഷൻഷിപ്പ്, ദെൻ ബ്ലോക്ക് 2 സ്കാർലറ്റ് ലെറ്ററിൽ പ്യൂർട്ടൺ സൈക്കോളജിയും ഓർഗാനിക് ആൻഡ് മെക്കാനിക്കൽ ഇമേജറി. ദെൻ ഇഫ് യു ലുക്ക് ഇൻടു ബ്ലോക്ക് 3 ഷോർട്ട് ഫിക്ഷൻ, themes in the snows of Kilimanjaro. ഇനി low probability topics ആണെങ്കിൽ background details in minor characters across all blocks are less likely to appear in direct questions but are useful for contextual understanding. ഇനി recommendations for preparation, focus on high probability topics. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള ഹൈ probability ടോപ്പിക്സുകളിലേക്ക് ശ്രദ്ധ ചെലുത്തുക. That is, allocate more time to thematic and character studies in All My Sons, Scarlet Letter. Then you have to practice analysis of Dickinson and Whitman's prescribed poems. Pinna, you have to cover the medium probability topics like review Puritan psychology and organic or mechanical imagery in the Scarlet Letter. പിന്നീട് നമ്മൾ നോക്കേണ്ടത് Hemingway's thematic concerns for potential essay questions. Next you have topic for effective study. അതിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസിലെ മെയിൻ മീൻസ് നോവൽസുകളാണ് എല്ലാത്തിന്റെയും തീംസിനെ കുറിച്ച് ഒരു യു ഹാവ് ടു പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് നോട്ട്സ് ഓൺ തീംസ്, ക്യാരക്ടേഴ്സ് ആൻഡ് പോയറ്റിക് ഡിവൈസസ്. Then you have to practice writing in a concise and structured manner for the thematic essays. Then എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് use past question papers for focused preparation on recurring topics. നമുക്കൊരു predictive question paper ഉണ്ട്. This is a predictive one ആണ് for BA Honors English BEGH.
Course code is BGC105. Course title is American Literature. Time allowed 3 hours. Maximum marks 100. General instructions. Answer all questions. Write neatly and legibly. Marks are indicated alongside each question. സെക്ഷൻ എ നമ്മുടെ RTC ആണ്, റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് 20 മാർക്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിലും ഏതെങ്കിലും 2 എണ്ണം നമുക്ക് ചൂസ് ചെയ്ത് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ളതും ഏറ്റവും നന്നായിട്ട് അറിയുന്ന 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് യു ഹാവ് ടു ആൻസർ. ഇപ്പൊ നമുക്ക് earth laughs in flowers to see her boastful boys, earth proud of the earth which is not theirs. Identify the poem and analyze the significance of these lines in the context of the poet's theme. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ലൈൻസ് ഏത് പോയറ്റിന് ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് യു ഹാവ് ടു പ്രൊവൈഡ് ആൻ അനാലിസിസ് പ്ലസ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം. Second question, because I could not stop for death, he kindly stopped for me. ഈ തന്നിരിക്കുന്ന ലൈനിന്റെ ഡെപിക്ഷനെ കുറിച്ച് യു ഹാവ് ഡിസ്കസ്. സോ ഡിസ്കസ് ദി ഡെപിക്ഷൻ ഓഫ് ഡെത്ത് ആൻഡ് immortality in the above lines. Third is, oh, the bleeding drops of red, where on the deck my captain lies, fallen cold and dead. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ലൈനിന്റെ യു ഹാവ് ടു എക്സ്പ്ലോർ ദ തീംസ് ഓഫ് ലോസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ദീസ് ലൈൻസ്. നമ്മുടെ സെക്ഷൻ ബി എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 40 മാർക്സ് ആണ് ടോട്ടലി ഉള്ളത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 എണ്ണം എടുത്ത് എഴുതണം. ഓരോ ക്വസ്റ്റ്യൻസിനും 10 മാർക്സ് ആണ്. ഓക്കെ, അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് ദ തീം ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഓൾ മൈ സൺസ്. Second is analyze Hester Prynne's character as a symbol of resilience and defiance in the Scarlet Letter. അപ്പൊ നമ്മള് ഹെസ്റ്റർ പ്രൈന്റെ ക്യാരക്ടർ അനാലിസിസ് വളരെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഓക്കെ, വിത്ത് എന്താണ് സിംബൽ ആസ് എ സിംബൽ ഓഫ് റെസിലിയൻസ് ആൻഡ് ഡിഫൈൻസ്. തേർഡ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദി പോയം ബ്രഹ്മ ബൈ എമേഴ്സൺ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് ഫിലോസോഫിക്കൽ അണ്ടർടോൺസ്. അപ്പൊ നമ്മൾ വെറുതെ സമ്മറി എഴുതിയാൽ പോരാ, അതിൽ ഫിലോസോഫിക്കൽ കോണ്ടന്റ് ബേസ്ഡ് വേണം നമ്മൾ എഴുതാനായിട്ട്. Next is examine the thematic and symbolic elements in Hemingway's The Snows of Kilimanjaro. Fifth question is discuss the poetic devices used in Walt Whitman's Passage to India. And the sixth is explain the relevance of the custom house section in the Scarlet Letter. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും 6 ക്വസ്റ്റ്യനിൽ നിന്നും യു ഹാവ് ടു സെലക്ട് എനി 4. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ളതും ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻ 4 എണ്ണം സെലക്ട് ചെയ്ത് എഴുതുക. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ ഇസ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് എഴുതാം. ഓരോ ക്വസ്റ്റ്യൻസിനും 20 മാർക്സ്. സോ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ്. സെലക്ട് എനി 2. സോ 20 മാർക്സ്, 20 to 40 മാർക്സ്. ഓക്കെ, 500 വേർഡ്സ്. അപ്പം നല്ല ലോങ് ലെങ്തി എസ്സേ ആണ് കേട്ടോ. Discuss the structure and plot of All My Sons. How do these elements contribute to its classification as a tragedy? So നമുക്ക് ഇവിടെ All My Sons എന്ന് പറഞ്ഞ പ്ലേയുടെ ആ ഒരു ഡ്രാമാറ്റിക് സ്ട്രക്ചറും കാര്യങ്ങളും എഴുതണം. ആൻഡ് എങ്ങനെയാണ് ഇത് ട്രാജഡി ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, സെക്കൻഡ് ഇസ് എക്സ്പ്ലോർ ദി മേജർ തീംസ് ഇൻ എമിലി ഡിക്കിൻസൺസ് പോയട്രി, ഫോക്കസിംഗ് ഓൺ ഹർ പോർട്രയൽ ഓഫ് ഡെത്ത് ആൻഡ് immortality. Third is evaluate Hawthorne's use of Puritanism as a narrative device in the Scarlet Letter. And fourth is analyze the art of characterization in All My Sons, focusing on Joe Keller and Chris Keller. Okay, so നമ്മുടെ ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, then thank you everyone and all the very best for your exam. Thank you. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും.
ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിലും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.